കണ്ണൂർ ധർമ്മടത്തെ അണ്ടലൂർക്കാവിൽ ലക്ഷങ്ങളുടെ തിരിമറിയും ക്ഷേത്രഭൂമി കയ്യേറ്റവും നടക്കുന്നുവെന്ന് പരാതി. ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റിംഗിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. CPM നിയന്ത്രണത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന വിമർശനവും ശക്തമായി ഉയരുകയാണ്. കാവിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിശ്വാസികൾ വിജിലൻസിന് പരാതി നൽകി. ഉത്തര മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അണ്ടലൂർക്കാവ്. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ മിഥുൻ പിള്ള നൽകും. മിഥുൻ, ഈ വിജിലൻസിന് നൽകിയിട്ടുള്ള പരാതിയിൽ വിശ്വാസികൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ എന്താണ്? രാഖി, സാധാരണ ഹിന്ദു ഈ ദേവസ്വം ബോർഡിന്റെ ചട്ടപ്രകാരം അതത് സാമ്പത്തിക വർഷം തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് നടത്തണമെന്നുള്ളതാണ് ചട്ടം. ആ ചട്ടങ്ങളൊക്കെ തന്നെ അണ്ടല്ലൂർ കാവിന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടു എന്നൊരു പരാതിയാണ് വ്യാപകമായി ഉയരുന്നത്. വർഷങ്ങൾക്ക് ശേഷം 2019 അവസാനമായി അണ്ടല്ലൂർ കാവിൽ ഇത്തരം ഒരു ഓഡിറ്റ് നടന്നത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയതാകട്ടെ വലിയ സാമ്പത്തിക ക്രമക്കേടും. അത് തുക കുറവാണെങ്കിൽ പോലും പല രീതിയിൽ തൊട്ട ഇടങ്ങളിലൊക്കെ തന്നെ വലുതും ചെറുതുമായ തുകയുടെ വ്യത്യാസം ഓഡിറ്റ് റിപ്പോർട്ടിൽ ധാരാളമായി കാണുന്നുണ്ട്. മാത്രമല്ല, ഈ 2019 ഓഡിറ്റ് നടത്തിയ പക്ഷേ അതിനുശേഷവും അവിടെ ഓഡിറ്റിംഗ് നടത്തിയില്ല എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി വിശ്വാസികൾ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, സ്വാഭാവികമായും ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് ആ ക്ഷേത്രത്തിലുള്ള സ്വത്തുവകകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ അണ്ടല്ലൂർ കാവിനെ സംബന്ധിച്ച് തിരുവാഭരണ രജിസ്റ്റർ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതും ഗൗരവമായ കുറ്റമായിട്ട് തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ വഴിപാടായി കിട്ടുന്ന സ്വർണം അതത് സമയങ്ങളിൽ രജിസ്റ്ററിൽ ചേർക്കുന്നില്ല എന്ന് ഒരു ഗുരുതരമായ ആരോപണം കൂടിയുണ്ട്. സ്വർണം മാത്രമല്ല, വെള്ളി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഭക്തർ വിശ്വാസപൂർവ്വം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നതാണ്. ഇതൊന്നും രജിസ്റ്ററിൽ അതാത് സമയങ്ങളിൽ ചേർക്കുന്നില്ല എന്നൊരു കണ്ടെത്തലാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊന്ന്, സ്വാഭാവികമായും ഈ ക്ഷേത്രത്തിന് ധാരാളം സ്വത്തുവകകളുണ്ട്. മാത്രമല്ല, ഈ വിശ്വാസികൾ സമർപ്പിച്ചതുൾപ്പെടെ വിവിധ ഇനത്തിൽപ്പെട്ട് സ്വർണവും വെള്ളിയും ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് വരും ദിവസങ്ങളിലും ഈ ക്ഷേത്രത്തിലെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട അടക്കം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ വരും ദിവസങ്ങളിലും നമ്മൾ വാർത്ത പുറത്തുവിടുന്നതാണ്. എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ നാളുകളിലാണ് പുറത്തു വന്നത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതിലെ ക്രമക്കേടുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വിജിലൻസിന് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇത് ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. ക്ഷേത്രം മുതൽ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്, ഇത്ര ലാഘവത്തോടു കൂടിയാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത്. മാത്രമല്ല, അതാത് വർഷങ്ങളിൽ നടത്തേണ്ട ഓഡിറ്റ് വർഷങ്ങൾക്ക് ശേഷം 2019 നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ 2025 ആയിരിക്കുന്നു. ഈ ഒരു സമയം വരെ അടുത്ത ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി വിശ്വാസികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഖി, എന്തായാലും വ്യാപക ക്രമക്കേടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അണ്ടല്ലൂർ കാവിലെ ക്രമക്കേട് സംബന്ധിച്ചിട്ടുള്ള വാർത്തയാണ് പുറത്ത് വരുന്നത്. അവിടെ ലക്ഷങ്ങളുടെ തിരിമറിയും ക്ഷേത്രഭൂമി കയ്യേറ്റവുമാണ് നടക്കുന്നത് എന്ന പരാതി ഉയർന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നടത്തിയ ഓഡിറ്റിംഗിൽ വ്യാപക ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. CPM നിയന്ത്രണത്തിനുള്ള ക്ഷേത്ര കമ്മിറ്റിയാണ്. എന്തായാലും വ്യാപക വിമർശനവും രൂക്ഷമായ വിമർശനവും ഒക്കെ ഭക്തർ ഉന്നയിക്കുന്നുണ്ട്. കാവിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം അവർ ആവശ്യപ്പെടുന്നു. വിജിലൻസിന് ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കാവിനെ കുറിച്ച് പറഞ്ഞാൽ ഉത്തര മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അണ്ടല്ലൂർ കാവ്. എന്തായാലും ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരും മണിക്കൂറിൽ പ്രതീക്ഷിക്കാം. മിഥുൻ പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിറ്റുവോ